നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ മികച്ച താരത്തിനുള്ള പുരസ്കാരം നേടിയിരിക്കുകയാണല്ലോ റോഡ്രി. ആ റോഡ്രി പറയുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു എൻ്റെ കഥ യുവതാരങ്ങൾ ഒരു ഇൻസ്പിറേഷനാക്കി എടുക്കും, ഒരു എക്സാമ്പിളാക്കി എടുക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് എന്ന്. ഞാൻ വലിയ സംഭവമായതുകൊണ്ട് എല്ലാവരും എന്നെ മാതൃകയാക്കും എന്നൊക്കെ ചിലർ പറയാറില്ല. ഏതാണ്ട് അതേ ടോണാണ്. അല്ല, അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഐ ഹോപ്പ് മൈ സ്റ്റോറി വിൽ ബി ടേക്കൺ ബൈ യങ് പ്ലെയേഴ്സ് ആസ് ആൻ എക്സാമ്പിൾ. അതായത് നിങ്ങളുടെ കരിയർ താഴേക്ക് പോയാലും നിങ്ങൾക്ക് വേണമെങ്കിൽ എപ്പോഴും തിരികെ വരാം എന്നുള്ളതിന് മാതൃകയാക്കാവുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് യുവതാരങ്ങൾ എൻ്റെ കരിയർ ഒരു മാതൃകയാക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്ന് റോഡ്രി പറയുന്നു. അപ്പോൾ എൻ്റെ കരിയർ നല്ലതാണെന്ന് ഞാൻ തന്നെ പറയുകയാണ്. ഏതായാലും അദ്ദേഹം ഫുട്ബോൾ ചരിത്രത്തിൽ ഒരു എലൈറ്റ് ഗ്രൂപ്പിൽ ചേർന്നിട്ടുണ്ട്. അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോക്കും റൊണാൾഡോ ഫെനോമിനക്കും ഒന്നും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു നേട്ടത്തിലേക്ക്, അതായത് യുവേഫ ചാമ്പ്യൻസ് ലീഗും അതുപോലെ തന്നെ ഫിഫ വേൾഡ് കപ്പും ബാലൻ ഡ്യൂറും നേടിയിട്ടുള്ള താരങ്ങൾ. റൊണാൾഡോ ഫെനോമിനക്ക് നമുക്കറിയാം യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ കിരീടമില്ല. ക്രിസ്ത്യാനോ റൊണാൾഡോക്കാവട്ടെ വേൾഡ് കപ്പിൽ കിരീടമില്ല. അപ്പോൾ അങ്ങനെ മഹാരഥന്മാരായ ചില താരങ്ങൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഉയരത്തിലേക്ക് ഇപ്പോഴേ റോഡ്രി എത്തി എന്ന് പറയാം. അപ്പോൾ 11 താരങ്ങളാണ് ആ ഒരു ലിസ്റ്റിലുള്ളത്. അതിലേക്കാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത് 11 പ്ലേയേഴ്സ്. അതായത് എല്ലാ പ്രധാനപ്പെട്ട ടൈറ്റിലുകൾ നേടിയിട്ടുള്ള 11 പ്ലേയേഴ്സ്. അത് ഗ്രഡ് മുള്ളർ ഉണ്ട്, ബോബി ചാൾട്ടൻ ഉണ്ട്, പോളോ റോസി, ഫ്രാൻസ് ബെക്കംബോവർ, റൊണാൾഡീഞ്ഞോ, റിവാൾഡോ, കഖ, ഒസ്മാൻ ഡംബലെ, ലണൽ മെസ്സി, റോഡ്രി, സിനദിൻ സിദാൻ. സോ അവരുടെ ഒരു നിലവാരത്തിലേക്ക്, അല്ലെങ്കിൽ അവരുടെ ഒരു ലിസ്റ്റിലേക്ക് ഇപ്പോൾ റോഡ്രി എത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വേൾഡ് കപ്പിൽ മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയത് എന്ന കാര്യത്തിൽ തർക്കമില്ല. 8 മത്സരങ്ങളിലും അദ്ദേഹത്തിൻ്റെ ടീമിന് വേണ്ടി അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട രൂപത്തിൽ തന്നെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 8 ഗെയിമുകളിൽ നിന്ന് 11 കീ പാസുകൾ, 93% ആക്യുറസിയോടുകൂടിയുള്ള പാസിങ്, 79% ലോങ് പാസ് ആക്യുറസി, 66% ഡ്യുവൽ സക്സസ് റേറ്റ്, 26 ടാക്കിളുകൾ, 40 ബോൾ റിക്കവറീസ്, ഒരു സീരിയസ് ഡിഫൻസീവ് എറേഴ്സും വരുത്തിയിട്ടില്ല. സോ ബെസ്റ്റ് പ്ലെയർ പുരസ്കാരം അദ്ദേഹം നേടിയിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നു, എൻ്റെ കഥ യുവതാരങ്ങൾ ഒരു മാതൃകയാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.